അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷിച്ചൊക്കെ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ ഏറ്റവും കിട്ടുന്ന സാധനമാണ് തണ്ണിമത്ത. അപ്പോൾ തണ്ണിമത്ത ഉപ്പിലിട്ടത് എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ ചിലവിൽ എന്നാൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, കമോട്ട് ഫോളോ മീ. അപ്പോൾ ആദ്യം ഇതേപോലെ നിങ്ങൾ തണ്ണിമത്ത ഇതേപോലെ എടുത്തിട്ട് കുറച്ച് വലിയ പീസാക്കണം, വളരെ ചെറുതാക്കരുത്. കുറച്ചൊന്ന് വായലിട്ടെന്നത് ഉണ്ടല്ലേ, ഇങ്ങനെ സ്ക്യൂബാക്കണം. ഐസിന് സ്ക്യൂബൊക്കെ ഉണ്ടല്ലേ, ക്യൂബാണ് പോലത്തെ. ഇതേപോലെ ഒരു പീസാക്കിയിട്ട് നമ്മൾ പാത്രത്തിലിടാം. അപ്പോൾ നമ്മൾ തണ്ണിമത്തം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഐസ് ക്യൂബ് പോലത്തെ ഓരോ പീസാക്കണം ഉണ്ടാവും. കണ്ടില്ലേ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടണം. ഇതുപോലത്തെ പീസാക്കണം. പീസാക്കിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു 5-6 പച്ചമുളക്. നിങ്ങൾ അതിൽ എന്ത് മുളകാണെങ്കിലും അതിൽ കടലാസ്, കാന്താരി, അല്ലെങ്കിൽ കൂന്താരി, എന്ത് മുളകായാലും ഇതേപോലെ ചെറുതാക്കി ഒരു സ്ക്വയറിൽ കട്ട് ചെയ്യാം. ഗ്യാസ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മുളക് കയ്യിൽ ഇന്ത്യൻ മുളകാണത്. കുറച്ച് എരിവുള്ള ടൈപ്പാണ് അത്, കാന്താരി അല്ല, എന്നാൽ അതേപോലത്തെ ഒരു മുളകാണ്. അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് 2 ഗ്ലാസ് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് വേണ്ടി കൊടുക്കാം. എന്നിട്ട് നമ്മളിത് എന്തിനും ഒരു പാത്രം വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറിന് എടുക്കുക. ബാക്കി പിന്നെ നല്ല ഒരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ അളവിൽ തന്നെ ഒരു ശകലം, ഒരു സ്പൂൺ അടുത്തൊരു പഞ്ചസാര എടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു ഏകദേശം ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് സുർക്ക ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ വെള്ളം അപ്പോൾ നമ്മുടെ നേരത്തെ ഒഴിച്ച് വെച്ചപ്പോൾ ഈ വെള്ളം ഉണ്ടല്ലോ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ നല്ല തിളപ്പിച്ചിട്ട് 10 മിനിറ്റ് തിളപ്പിക്കട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളം അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂട് ഓഫാക്കുക. ഓഫാക്കുക. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ചൂടാറാൻ നേരത്തെ വെച്ച വെള്ളം, ഇതിൽ പഞ്ചസാര, ഉപ്പ്, സുർക്കുണ്ട്, വിനാഗിരി മിക്സ് ആക്കിയതാണ്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഒഴിച്ചതിന് ശേഷം 1 മണിക്കൂറിൽ വെക്കണം. 1 മണിക്കൂർ വെച്ചിട്ട് ഇതുപോലെ അടച്ചിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വത്തക്ക ഉപ്പിലിട്ടത് റെഡിയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടത് വെച്ചിട്ട് ശരിക്കും നൊസ്റ്റാൾജിക് ഫീലാണ്. ഇത്ര കാലത്തൊക്കെ ഉണ്ടായി നമ്മൾ അറിയില്ല എന്നുള്ളതാണ്. സാധനം